സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 10-ാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീരാമൻ താതനാൽ നിയോഗിക്കപ്പെട്ട് വനത്തിലേക്ക് പോകാനൊരുങ്ങുന്നു. അമ്മയോട് യാത്ര ചോദിച്ചു. അത് കഴിഞ്ഞ് സീതാദേവിയോട് യാത്ര ചോദിക്കാനായി ചെല്ലുന്ന സന്ദർഭമുണ്ട്. കാരണം ദശരഥന് ഉള്ള സത്യം പാലിക്കാനായിട്ട് രാമൻ വനത്തിൽ പോയാൽ മതി. പക്ഷെ നമുക്കറിയാം, ലക്ഷ്മണൻ പോകുന്നുണ്ട്, സീതാദേവി പോകുന്നുണ്ട്. ദശരഥന്റെ സത്യം പാലിക്കാൻ രാമൻ മാത്രം പോയാൽ മതി. അപ്പൊ ആ സത്യപാലനത്തിനു വേണ്ടി സീതാദേവിയോട് യാത്ര ചോദിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ സമീപം എത്തുമ്പോ സീതാദേവി പറയുന്നുണ്ട്, ഞാനായിരിക്കും മുന്നിൽ നടക്കുന്നത്, എൻ്റെ പിന്നാലെ വേണം അങ്ങ് എഴുന്നള്ളുവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതൊട്ടും ഉചിതമല്ല എന്നുകൂടി സീതാദേവി ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ശ്രീരാമേന്ദ്രൻ പറയുന്നുണ്ട്, എത്രയോ ഘോര മൃഗങ്ങളുള്ള, നരഭോജികളായിട്ടുള്ള രാക്ഷസന്മാരുള്ള കാനനത്തില് അസംഖ്യമുണ്ട് ഇത്തരത്തിലുള്ളത്. പ്രത്യേകിച്ച് നാരീജനങ്ങളെ എങ്ങനെ വനത്തിലേക്ക് കൊണ്ടുപോകും? പിന്നെ അവിടെ കൊട്ടാരത്തിൻ്റെ സുഖമോ പട്ടുമെത്തയുടെ സുഖമോ അമൃതത്വോ സുഖകരമായ ഭക്ഷണമോ ഒന്നും കിട്ടില്ല. അവിടെ എന്തെങ്കിലും കിട്ടിയാലായി, എന്തെങ്കിലും കിഴങ്ങോ ഫലമോ ഒക്കെ ആണ്. അത് ചിലപ്പോൾ എരിവുള്ളതായിരിക്കാം, പുളിയുള്ളതായിരിക്കാം, ചവർപ്പുള്ളതായിരിക്കാം, കട്ടുഅമ്മള കഷായങ്ങൾ, ഇതൊക്കെ കഴിക്കണം. ഇതൊക്കെ ചിലപ്പോൾ അവിടെ കിട്ടൂ. തേനോ പാലോ ഒന്നും ചിലപ്പോൾ കിട്ടില്ല. കറികളോ അപ്പമോ ചോറോ ഒന്നും കിട്ടില്ല. അവിടെയെല്ലാം കിടന്നുറങ്ങേണ്ടത് ചിലപ്പോൾ ഗുഹയ്ക്കകത്തായിരിക്കും, പാറയുടെ മുകളിലായിരിക്കും. മാർഗം വളരെ ദുഷ്കരമാണ്. തണുപ്പും ചൂടും ഒക്കെ അനുഭവിക്കേണ്ടി വരും. നഗ്നപാതരായിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് സീതാദേവി എന്തു വേണം? അമ്മയെ പരിചരിച്ച് ഇവിടെ ഇരുന്നാൽ മതി എന്ന് ശ്രീരാമൻ പറയുന്നു. ഞാൻ 14 വർഷം കഴിഞ്ഞിട്ട് തിരികെ വരാം. ഇത് കേട്ടിട്ട് സീതാദേവി പറയുന്ന വാക്കുകളാണ് ഏറ്റവും പ്രസക്തം. നമ്മൾ എപ്പോഴും, പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരമനുസരിച്ച്, ദാമ്പത്യ ജീവിതം, ഭാര്യാഭർത്തൃബന്ധം സഹധർമ്മിണി എന്നാണ് പറയുന്നത്. കൂടധർമ്മത്തെ പാലിക്കുന്നവളാണ് ഭാര്യ. വെറും ഭാര്യയല്ല, സഹധർമ്മിണിയാണ്. അതാണ് ചേർന്ന വാക്ക്. ഇന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആളാണ്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളാണ്. അതുകൊണ്ട് പാർട്ട്ണർ എന്ന വാക്കുപയോഗിച്ചാൽ മതി എന്ന്. ഈ പാർട്ട്ണറൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അതിനേക്കാൾ ശ്രേഷ്ഠമായ വാക്ക്, തുല്യമായ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് സഹധർമ്മിണി എന്ന് പറയുന്നത്. സഹധർമ്മം ചര. അപ്പോ സഹധർമ്മിണികളായിട്ടുള്ള എല്ലാവരും ചിന്തിക്കേണ്ട, കേൾക്കേണ്ട കാര്യങ്ങളാണ് സീതാദേവി പറയുന്നത്, അല്ലേ? ഞാൻ ധർമ്മപത്നിയാണ് അങ്ങയുടെ, എനിക്ക് മറ്റാരും ആധാരമില്ല, ഞാൻ പതിവ്രതയാണ്, ഭർത്താവ് എന്ന ചിന്തയോടുകൂടി മാത്രം ഇരിക്കുന്നവളാണ്. അങ്ങയുടെ പാദശുശ്രൂഷ ചെയ്യുക എന്നത് എൻ്റെ വ്രതമാണ്, അതൊരിക്കലും മുടക്കാൻ കഴിയില്ല. പിന്നെ അങ്ങ് എന്നോടൊപ്പം ഉള്ളപ്പോൾ ഏത് മൃഗങ്ങൾ, ഏത് രാക്ഷസർ, ആർക്കാണ് എന്നെ പീഡിപ്പിക്കാൻ കഴിയുന്നത്? അതിന് കഴിയില്ല. പിന്നെ ആഹാരം കഴിക്കുന്നത്, അങ്ങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെനിക്ക് തന്നാൽ മതി. അത് ഫലമോ മൂലമോ എന്തായാലും ശരി.
ഇനി ഭർത്താവിനോടൊപ്പം നടക്കുമ്പോൾ, ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്ക് എന്ന് പറയുന്നുണ്ട് സീത. നോക്കുക, ഭർത്താവിനോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ ക്ലേശകരമായ അനുഭവങ്ങൾ ഉണ്ടാവാം, ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം. അതിനെയൊക്കെ എന്തു ചെയ്യണം? കൈകോർത്തു പിടിച്ച് അതിനെ തരണം ചെയ്തു പോകണം. അടിയുറച്ചു നിൽക്കണം ഭാര്യ ഭർത്താവിനോടൊപ്പം, ഭർത്താവ് ഭാര്യയോടുമൊപ്പം. അല്ലേ? ഭർത്താവ് ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഏത് ബുദ്ധിമുട്ടുകളും എനിക്ക് പുഷ്പ വിരിച്ചതുപോലെ, അല്ലേ, പൂ വിരിച്ചതുപോലെ ആയിരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട്. അല്ലേ? നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകും. എന്ത് കുറവുണ്ടെങ്കിലും അതെല്ലാം ആ സ്നേഹം കൊണ്ട്, പരസ്പര വിശ്വാസം കൊണ്ട് പരിഹരിക്കപ്പെടും. അതുകൊണ്ട് എനിക്ക് യാതൊരു ദുഃഖവുമില്ല, എൻ്റെ ഭർത്താവിനോടൊപ്പമാണ് ഞാൻ വരുന്നത്. അതുമാത്രമല്ല, പണ്ടൊരു ജ്യോതിശാസ്ത്ര വിശാരദൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക്, അതായത് കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഭർത്താവിനോടൊത്ത് കുറെ നാൾ വനത്തിൽ വസിക്കുന്നതിന് യോഗമുണ്ട് എന്ന്. അപ്പൊ ഞാനതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, അത് എന്നാ അത് വരുന്നതെന്ന്. ഇപ്പൊ എനിക്കത് വിശ്വാസമായി, അതിപ്പോൾ എന്തായാലും സത്യമായി വരികയാണ്. പിന്നെ സീതാദേവി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നോക്കുക, ആ സീതാദേവിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് എഴുത്തച്ഛൻ പറയുകയാണ്, സീതാദേവിയിലൂടെ എഴുത്തച്ഛൻ പറയുകയാണ്. എന്താ പറയുന്നത്? രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. രാമായണങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്, പല രാമായണങ്ങൾ. സീത പറയുക, ഞാൻ പല രാമായണങ്ങളും കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ്, സീതാദേവി ഇല്ലാതെ ശ്രീരാമൻ കാനനത്തിന് പോയിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സംശയം വരും നമുക്ക് വായിക്കുന്ന എല്ലാവർക്കും. സീതാദേവി ഇത് പറയുമ്പോൾ രാമായണത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, രാമായണത്തിലെ കഥാപാത്രമാണ് സീതാദേവി. അപ്പൊ അതിനു മുമ്പ് വേറെ രാമായണം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സീതാദേവിയുടെ നാവിലൂടെ നമ്മളിത് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രാമൻ എന്ന് പറയുന്നത് ഭർത്താവാണ്, സീത എന്ന് പറയുന്നത് സ്ത്രീയാണ്. എന്നും ഏത് രാമായണം എന്ന് പറയുന്നത് ജീവിതമാണ്. ഒന്നുകൂടെ പറയാം, രാമൻ എന്ന് പറയുന്നത് ഭർത്താവാണ്, സീത എന്ന് പറയുന്നത് ഭാര്യയാണ്. അല്ലെങ്കിൽ രാമൻ പുരുഷനാണ്, സീത സ്ത്രീയാണ്. രാമായണം എന്ന് പറയുന്നത് ജീവിതമാണ്. ഏത് ജീവിതത്തിലും, ഏത് ജീവിതം എടുത്തു പരിശോധിച്ചോളൂ, ഭർത്താവിനോടൊപ്പമല്ലേ ഭാര്യയുള്ളത്. ഭർത്താവ് വനത്തിൽ പോയാൽ, ഭർത്താവ് ദുഃഖം അനുഭവിക്കുമ്പോൾ ഭാര്യ ഇരുന്ന് സുഖിക്കുമോ? ഇല്ല. ഭർത്താവ് വനത്തിൽ പോയാൽ ഭാര്യയും പോകും. ഏത് ജീവിതം പരിശോധിച്ചോളൂ, ശരിയായ ജീവിതം, വഴിവിട്ട ജീവിതമോ പരാജയപ്പെട്ട ജീവിതമോ തോന്നിയതുപോലുള്ള ജീവിതമൊന്നുമല്ല. ശരിയായ ജീവിതം ഏതെടുത്ത് പരിശോധിച്ചാലും ദുഃഖമായാലും സന്തോഷമായാലും അത് പരസ്പരം പങ്കുവെച്ചാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് സീതാദേവി ഓർമ്മിപ്പിക്കുകയാണ്. ഭർത്താവിനെ, ഭാര്യയെ കൂടാതെ ഭർത്താവ് എവിടെയെങ്കിലും പോകുമോ? പോകില്ല. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്? അതാണ് അതിൻ്റെ ശരിയായ പോയിന്റിലേക്ക് എത്തുന്നത്. പ്രകൃതിയെ വേറിട്ട് പുരുഷന് നിലനിൽപ്പില്ല. പ്രകൃതിയെ വേറിട്ട് പോവാൻ പറ്റുമോ? ഞാൻ പ്രകൃതിയല്ലേ, എന്നെ വേറിട്ട് പുരുഷൻ എങ്ങനെ പോവാൻ കഴിയും? ലോകചരിത്രങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ശരിയായ കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ നമ്മൾ പ്രകൃതിയും പുരുഷനുമായി തിരിച്ചാൽ, ക്ഷേത്രവും ക്ഷേത്രജ്ഞനുമായി തിരിച്ചാൽ ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. പിന്നെ രണ്ടും ഒന്നത്രേ വിചാരിച്ച് കാണെങ്കിലോ. പ്രകൃതിയും പുരുഷനും ഒന്ന് തന്നെയാണ്, ഭാര്യയും ഭർത്താവും ഒന്ന് തന്നെയാണ്. അതിനെ രണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അപ്പോ
എന്നിട്ട് പറയുന്നു, പാണിഗ്രഹണ മന്ത്രം അങ്ങ് ഓർക്കുന്നില്ലേ? കൈപിടിച്ചുകൊണ്ട് ചൊല്ലിയ ആ മന്ത്രം, അഗ്നിസാക്ഷിയായിട്ട് ചൊല്ലിയ ആ മന്ത്രം, അവസാന കാലം വരെയും നമ്മൾ ഒന്നിച്ചുണ്ടാവുമെന്ന് ചൊല്ലിയ ആ മന്ത്രം, പ്രാണാവസാന കാലത്ത് പോലും പിരിയരുത് എന്നാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ പിരിയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഇരിക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് തന്നെ വനത്തിനായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ, അങ്ങ് തന്നെയാണ് പോകുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും. അത് ആണയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ആർജവത്തോടു കൂടിയാണ് സീതാദേവി ഇത് പറയുന്നത്. അപ്പൊ ഏതൊരു ഭാര്യയും ഭർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന് ഒരുപക്ഷെ ഒരു സന്തോഷത്തിന്, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ പറഞ്ഞേക്കാം. അപ്പോഴും ഭർത്താവ് അനുഭവിക്കുന്ന ദുരിതമൊന്നും ചിലപ്പോൾ അനുഭവിക്കാൻ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. സുഖകരമായി കഴിയണം, ഭർത്താവ് എത്ര ബുദ്ധിമുട്ടി സമ്പാദിച്ചാലും അതിൻ്റെ ഫലം അനുഭവിക്കണമെന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ആ ബുദ്ധിമുട്ട് ഷെയർ ചെയ്യാൻ പലപ്പോഴും തയ്യാറാവില്ല. പുറമേയൊക്കെ വളരെ ഇതായിട്ടൊക്കെ പറയും. തിരിച്ചും സംഭവിക്കാം. ഭാര്യമാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാൻ ഭർത്താവും ചിലപ്പോൾ വിമുഖത കാണിക്കും. ഒരു മേമ്പൊടിക്കൊക്കെ പലതും പറയും, സന്തോഷമായിട്ട് പിന്നെ ഒക്കെ സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് പറയും. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള പറച്ചിൽ വളരെ കുറവായിരിക്കും. ഇവിടെ സീതാദേവി വളരെ ആത്മാർത്ഥമായിട്ട് ആർജവത്തോടു കൂടി, ആർജവം എന്ന് പറഞ്ഞാൽ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരേ ലൈനിൽ വരണം. ചിന്തിക്കുന്നതൊന്നും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആവരുത്. മനുഷ്യരുടെ പൊതുവെയുള്ള ശൈലി പലപ്പോഴും അതാണ്. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ പറയണം, പറയുന്നത് അതുപോലെ പ്രവർത്തിക്കണം. അതിനെയാണ് ആർജവം എന്ന് പറയുന്നത്. അപ്പം സീതാദേവി ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ചു, അങ്ങ് എവിടെ പോന്നോ അവിടെ നിഴല് പോലെ ഞാനും ഉണ്ടാകും. ഏതൊരു ഭാര്യയും പറയേണ്ട, ചിന്തിക്കേണ്ട വാക്കുകളാണ് ഇത്. അപ്പോൾ നോക്കുക, രാമായണത്തിലെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും, രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മളെ വളരെയധികം സ്വാധീനിക്കും. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. ഇപ്പോൾ രാമായണം വായിക്കുന്നത് രാമന് വേണ്ടിയോ സീതയ്ക്ക് വേണ്ടിയോ അല്ല. കർക്കിടക മാസം വന്നാലും ചിങ്ങമാസം വന്നാലും ഏതു മാസം വന്നാലും നമുക്ക് രാമായണം വായിക്കാം, രാമായണം ചർച്ച ചെയ്യാം, സംവാദങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ സീതയ്ക്ക് വേണ്ടിയോ രാമന് വേണ്ടിയോ അല്ല. നമ്മളുടെ ജീവിതം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം, അന്തസ്സോടുകൂടി സമാജത്തിൽ ജീവിക്കാൻ കഴിയണം, അഭിമാനബോധത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസങ്ങളും തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതും. അപകർഷതാബോധം കൊണ്ട് തലകുനിഞ്ഞ് പോകുന്ന തലമുറയായി മാറരുത് നമ്മളാരും. അപ്പോൾ അതിനുള്ള ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും രാമായണത്തിൻ്റെ പഠനം കൊണ്ട്, വായന കൊണ്ട്, അതിൻ്റെ ചർച്ചകൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു കാലിക പ്രസക്തി എത്ര പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞു. ഇതിവിടെ അവസാനിക്കുന്നില്ല, നാളെ വീണ്ടും തുടരും. ഇന്ന് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നമസ്തേ.